ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ നേവൽ ഷിപ്പിൻ്റെ പ്രോബ്ലംസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ഷിപ്സ്. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുമ്പ് നമ്മൾ പഠിച്ചതിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. Effect of gyroscopic couple on naval ship. സോ നമ്മളെ പ്രോബ്ലം ഇതാണ്. ഞാൻ ആദ്യം പ്രോബ്ലം ഒന്ന് വായിക്കാം. The turbine rotor of a ship has a mass of 2.2 ton. മാസ് തന്നിട്ടുണ്ട്, ടണ്ണിലാണ് തന്നിരിക്കുന്നത്. ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിലോഗ്രാമിലോട്ടാക്കി. ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് 1800 RPM ക്ലോക്ക് വൈസ്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിട്ടുണ്ട് 1800 RPM ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറക്കുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദി ആഫ്റ്റ്. ആഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയർ എൻഡ് ആണ്, മറ്റൊരു പേര് സ്റ്റേൺ. സോ ഒബ്സർവർ നിൽക്കുന്നത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അതിൻ്റെ സ്പീഡും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദി റോട്ടർ ഈസ് 320 mm. MM-ലാണ് ഞാൻ അതിനെ മീറ്ററിലോട്ടാക്കി. റേഡിയസ് ഓഫ് ഗൈറേഷൻ അത് നമുക്ക് മാസ് മൗണ്ട് ഓഫ് ഇനേഷൻ കണ്ടുപിടിക്കാൻ വേണം. എയ്റോപ്ലെയിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തവർക്ക്, ആ വീഡിയോ കണ്ടവർക്ക് ഇതൊക്കെ മനസ്സിലായി കാണും. ഡിറ്റർമൈൻ ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ആദ്യം നമ്മൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാം, പിന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വെൻ ദ ഷിപ്പ് ടേൺസ് റൈറ്റ് അറ്റ് എ റേഡിയസ് ഓഫ് 250 meter. സോ ദ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 250 meter. റൈറ്റ് ടേൺ നടക്കുമ്പോൾ ഉള്ള റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 250 meter. ആൻഡ് സ്പീഡ് ഓഫ് 25 km/h. 25 km/h സ്പീഡ് തന്നിട്ടുണ്ട്. സോ ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ m/s സോ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഞാനിപ്പം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ രണ്ട് പോർഷൻ ഞാനിപ്പം കൺസിഡർ ചെയ്യുന്നില്ല. സോ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ എഫക്റ്റും കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്, അല്ലേ? കണ്ടീഷൻ എന്താണ്? റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഷിപ്പ് റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഒബ്സർവർ നിൽക്കുന്നത് ഷിപ്പിൻ്റെ ടെയിൽ എൻഡിലാണ്, അതായത് സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ്. ബാക്കിൽ നിന്നാണ് ഒബ്സർവർ ഷിപ്പിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഷിപ്പിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഷിപ്പ് റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. ഷിപ്പിൻ്റെ റോട്ടറിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കണം, കാരണം നമുക്ക് ഇത് വെച്ചിട്ടാണ് എഫക്റ്റ് കണ്ടുപിടിക്കാൻ ഉള്ളത്. സോ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങളിത് എയറോപ്ലെയിനിൽ കണ്ടുപിടിച്ചതാണ്. ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് I ഒമേഗ ഇൻറ്റു ഒമേഗ പി. I ഇൻറ്റു ഒമേഗ ഇൻറ്റു ഒമേഗ പി. I എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അത് കണ്ടുപിടിക്കാനാണ് m ഇൻറ്റു k². k എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. m എന്ന് പറഞ്ഞാൽ മാസ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഉത്തരം കിട്ടി 225.3. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ. സോ കിലോഗ്രാം m/m² ആണ് അതിൻ്റെ യൂണിറ്റ്. ദെൻ എനിക്കപ്പം I ആയി. ഇനി എനിക്ക് അടുത്ത വേണ്ടത് ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ. നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്. അതിന് ആംഗുലർ m/s അങ്ങനെ ആംഗുലർ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് നമുക്കൊരു ഫോമുല അറിയാം. V = R × ωp. നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് RPT നമുക്ക് സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് 2πn/60 ഈ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് radian/s എന്ത് കിട്ടും? ഒമേഗ, അതായത് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രൊപ്പല്ലർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 188.5. ദെൻ നമുക്ക് ഒമേഗ പി കണ്ടുപിടിക്കണം. ഒമേഗ പി എന്ന് പറയുന്നത് പൊസിഷൻ വെലോസിറ്റി. ഓക്കെ, സോ പൊസിഷൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ, ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ലീനിയർ വെലോസിറ്റി അറിയാം. നമുക്ക് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. V = R × ഒമേഗ പി. സോ നമുക്ക് R തന്നിട്ടുണ്ട്, Vയും തന്നിട്ടുണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഒമേഗ പിയും കിട്ടും. സോ നമുക്ക് ഓൾറെഡി പ്രൊപ്പല്ലറിൻ്റെ RPM സ്പീഡ് തന്നിട്ടുണ്ട് ക്വസ്റ്റിന്. സോ നമുക്ക് 2πn/60 ഉപയോഗിച്ചാൽ മതി. എന്തിന്? RPM radian/s ആക്കിയാൽ മതി. സോ ഒമേഗ പി കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. സോ ഈ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒമേഗ പിയും കണ്ടുപിടിക്കാം. സോ ഇത് മൂന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി 1180 Nm.
വൺസ് എനിക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഫക്റ്റ് കണ്ടുപിടിക്കണം. സോ എഫക്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഷിപ്പ്. ഷിപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ബോ എന്ന് പറയും, ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റേൺ എന്ന് പറയും. ഇത് ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ്. നമുക്കറിയാം ഈ പോർഷൻ ബോ ആണ്, ഈ പോർഷൻ നമ്മളെ ടെയിൽ അതായത് സ്റ്റേൺ ആണ്. അപ്പോൾ ഈ ഫിഗറിൽ ഇത് ബോവും ഇത് സ്റ്റേൺ, കാരണം ഈ ഫിഗർ വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫിഗർ ഈ പോർഷൻ ബോവും ഈ പോർഷൻ സ്റ്റേൺ. ഇനി എഫക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒബ്സർവർ നിൽക്കുന്നത് എവിടെയാണ്? ബാക്കിലാണ് അല്ലേ. സോ ഒബ്സർവർ നിൽക്കുന്നത് ബാക്കിലാണ്. പിന്നെ നമ്മളെ ഒബ്സർവർ ബാക്കിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. നമുക്കറിയാം ആദ്യം സ്പിൻ ആക്സിസ് കണ്ടുപിടിക്കണം അല്ലേ. നമ്മളെ പ്രൊപ്പല്ലറിൻ്റെ ആക്സിസും ഐ ഓഫ് ദി ഒബ്സർവറും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെ വയ്ക്കുന്ന പേരാണ് സ്പിൻ ആക്സിസ്. സോ നമുക്ക് സ്പിൻ ആക്സിസ് ഇപ്പം ഈ ലൈനാണ് ഏത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്പിൻ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഒരു ഒബ്സർവർ സ്റ്റേണിൽ നിന്നും നോക്കുമ്പോൾ ആ ഒബ്സർവറിൻ്റെ റൈറ്റ് സൈഡിനെ വിളിക്കുന്ന പേര് സ്റ്റാർ ബോർഡും ലെഫ്റ്റ് സൈഡ് വിളിക്കുന്ന പേര് പോർട്ടും അല്ലേ. സോ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് എന്ന് പറയുന്നത് സ്റ്റേണിൽ നിന്ന് നിൽക്കുമ്പം ആ ഒബ്സർവറിൻ്റെ ലെഫ്റ്റ് പോർഷനെ വിളിക്കുന്ന പേര് പോർട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒബ്സർവർ നിൽക്കുമ്പം ഇവിടെ അല്ലേ ഈ സെക്ഷനല്ലേ പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒബ്സർവർ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെ റൈറ്റ് പോർഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ബോർഡ്. സോ നമ്മൾ ആദ്യം ആ ഫിഗറിനകത്ത് നമ്മളെ നോമൻ ടേംസ് എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. നമുക്കറിയാം ക്വസ്റ്റ്യനിലെ ഗിവൻ കണ്ടീഷനിൽ പ്രോപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ ഈ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. സോ അത് ഞാൻ വരച്ചു. നമുക്ക് റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടുവരിക. നമ്മൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേളി ചെയ്യിപ്പിക്കുക. ഈ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് രീതിയിൽ കേളി ചെയ്യിപ്പിക്കുക. സോ നമ്മൾ ഫിംഗേഴ്സ് ക്ലോക്ക് വൈസ് രീതിയിൽ കേളി ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളെ തമ്പ് എങ്ങോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു അതായിരിക്കും നമ്മളെ പ്രൊപ്പല്ലറിൻ്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. സോ എനിക്ക് പ്രൊപ്പല്ലറിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ എനിക്ക് മനസ്സിലായി. ഈ ഡയറക്ഷനിലായിരിക്കും പ്രൊപ്പല്ലറിൻ്റെ ആംഗുലാർ വെലോസിറ്റി അല്ലേ. അടുത്ത നമ്മളെ കണ്ടീഷനിൽ പറയുന്നുണ്ട് ഈ ഷിപ്പ് ഒരു റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത് അല്ലേ. ഷിപ്പ് റൈറ്റ് ടേൺ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്നായിരിക്കും ഒബ്സർവ് ചെയ്യേണ്ടത്. നമ്മളെ മനസ്സിൽ നമ്മൾ ഷിപ്പിനകത്തിരിക്കുന്നു, ഷിപ്പ് റൈറ്റ് ടേൺ എടുക്കുന്നു. സോ ഇതാണ് ആ ടേൺ, റൈറ്റ് ടേൺ. ഇങ്ങോട്ടാണെങ്കിൽ ലെഫ്റ്റ് ടേൺ, ഇങ്ങോട്ടാണെങ്കിൽ റൈറ്റ് ടേൺ അല്ലേ. നമുക്കറിയാം പൊസിഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ആക്സിസ് അബൌട്ട് വിച്ച് ദ ഷിപ്പ് ഈസ് റൊട്ടേറ്റിംഗ്. ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ ആക്സിസ്. ഈ ഗ്രീൻ വെർട്ടിക്കൽ ആക്സിസ് ആണ് നമ്മളെ പൊസിഷൻ ആക്സിസ്. നമുക്ക് അടുത്തത് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇതിൻ്റെ റൊട്ടേഷൻ ഇങ്ങനെയാണ്, ടേൺ എടുക്കുന്നത് ഇങ്ങനെയാണ്. സോ ഈ ടേൺ നമ്മൾ നേരെ പൊസിഷൻ ആക്സിസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആംഗുലർ വെലോസിറ്റി, ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് പൊസിഷൻ കിട്ടും. എനിക്കറിയാം ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. എനിക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കിട്ടി. അടുത്ത ചെയ്യുന്നത് ഇതാണ് എൻ്റെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് കൊണ്ടുവരും. എൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്നിട്ട് എൻ്റെ തമ്പ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ അതേ ഡയറക്ഷനിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ഫിംഗേഴ്സ് ഞാൻ കേളി ചെയ്യിപ്പിക്കുന്നു. എൻ്റെ ഫിംഗേഴ്സ് കേളി ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന എഫക്റ്റ് ഇങ്ങനൊരു എഫക്റ്റാണ് അല്ലേ, അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ. സോ ഈ ഒരു എഫക്റ്റാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു എഫക്റ്റ് ഞാൻ നേരെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നു, നമ്മളെ ഷിപ്പിനകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഒരു എഫക്റ്റ് ഞാൻ ഷിപ്പിനകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എൻ്റെ ബോവ് ഡിപ്പാവും, എൻ്റെ ടെയില് റൈസ് ആവും. ശരിയല്ലേ? ഇതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ ആവുന്നതുകൊണ്ട് എൻ്റെ ബോവ് ഡിപ്പാവും, ടെയില് റൈസ് ആവും. സോ സ്റ്റേൺ ഗെറ്റ് റൈസ്ഡ് ആൻഡ് ദ ബോവ് ഗെറ്റ് ഡിപ്ഡ്. ഇതാണ് നമ്മളെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ്. സോ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പം ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റും കണ്ടുപിടിച്ചു. നമ്മളിനി സ്റ്റിയറിങ്ങിൻ്റെ എഫക്റ്റ് കണ്ടുപിടിച്ചു. നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഷിപ്പ് പിച്ചസ് വിത്ത് ബോ റൈസിങ് അറ്റ് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് 0.8 റേഡിയൻ പെർ സെക്കൻഡ്. നമുക്ക് അഞ്ചാമത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ സ്റ്റിയറിംഗ് കൂടാതെ തന്നെ ഷിപ്പിൻ്റെ പിച്ചിങ് മോഷനും റോളിംഗ് മോഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിപ്പം ഇവിടെ അടുത്ത സ്റ്റിയറിംഗ് മോഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി പിച്ചിങ് മോഷൻ്റെ എഫക്റ്റാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഷിപ്പ് പിച്ചസ് വിത്ത് ബോ റൈസിങ്. ഈ പിച്ചിങ് മോഷൻ വരുമ്പോൾ നമുക്ക് കണ്ടീഷൻ തരും, ബോ റൈസിങ്ങോ ബോ ലോവറിങ്ങോ, രണ്ട് കണ്ടീഷൻ നമുക്ക് തരും. ഇപ്പം ഞാൻ തന്നിരിക്കുന്ന കണ്ടീഷൻ ബോ റൈസിങ് ആണ്.
അറ്റ് ആൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് 0.8 റേഡിയൻ പെർ സെക്കൻഡ്. ചില ക്വസ്റ്റ്യൻ തരത്തില്ല, നമ്മൾ ഇക്വേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് അപ്കമിങ് വീഡിയോസിൽ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നിൽക്കുന്ന കണ്ടീഷൻ ബോവ് റൈസിംഗ് ആണ്, ആംഗുലാർ വെലോസിറ്റി ഓഫ് പൊസിഷൻ എന്നിട്ടുണ്ട് 0.8 റേഡിയൻ പെർ സെക്കൻഡ്. സോ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റിൻ്റെ എടുക്കാനുള്ള ഫോമുല നമ്മളെ പഴയ ഫോമുല തന്നെ I × ω/ωp. I എന്ന് പറഞ്ഞാൽ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറ്റമില്ല, ഒമേഗ നമ്മളെ ആംഗുലാർ വെലോസിറ്റി ഓഫ് റോട്ടർ മാറ്റമില്ല. ആംഗുലാർ വെലോസിറ്റി ഓഫ് പൊസിഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഈസി ആയിട്ട് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ എഫക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. എഫക്റ്റ് നിങ്ങൾ ഓർക്കണം, എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കണ്ടീഷൻ ബോവ് റൈസിംഗ് ആണ്. നമ്മളെ ബോവ് എന്താണ്? റൈസിംഗ് ആണ്. നമ്മളെ ബോവ് റൈസ് ചെയ്യുമ്പോൾ എന്ത് ശ്രമിക്കും? ഈ പോർഷനാണ് ബോവ്, ഈ പോർഷനാണ് നമ്മളെ സ്റ്റേൺ. ബോവ് റൈസിംഗ് ആകുമ്പോൾ നമ്മളെ ആംഗുലാർ വെലോസിറ്റി ഓഫ് റോട്ടറിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഓക്കെ, ഇത് അങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്? ബോവ് റൈസിംഗ് ആകുമ്പം ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അങ്ങോട്ട് അല്ലേ? അപ്പം ഇതാണ് ആക്റ്റീവ് കപ്പിളിൻ്റെ ഡയറക്ഷൻ. അതായത് നമ്മൾ ആംഗുലാർ വെലോസിറ്റി അങ്ങോട്ട് ടേൺ ചെയ്യും. നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ദാറ്റ് മീൻസ് ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ. ദാറ്റ് മീൻസ് നമ്മളെ സ്പിൻ വെക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഷിപ്പ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദിസ് സൈഡ്. നമുക്കറിയാം സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് സൈഡ് ഉണ്ട്. ഈ സൈഡിനെ വിളിക്കുന്ന പേര് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന ഒരു പോർട്ട്, ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേര് സ്റ്റാർ ബോർഡ്. സോ ദ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് സ്റ്റാർ ബോർഡ്. കാരണം എന്താണ്? റിയാക്റ്റീവ് കപ്പിൾ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് സ്പിൻ വെക്ടർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സ്പിൻ വെക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷിപ്പ് വിൽ മൂവ് ടുവേർഡ്സ് ദി സ്റ്റാർ ബോർഡ്. അപ്പം നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ബോ റൈസിംഗ് ആണെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ദാറ്റ് മീൻസ് ബോ റൈസിംഗ് ആണെങ്കിൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. നമ്മൾ സ്പിൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എഫക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇതാണ് സ്പിൻ വെക്ടർ ഡയറക്ഷൻ. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡയറക്ഷൻ അങ്ങനെയാണ്. സ്പിൻ വെക്ടർ അങ്ങോട്ട് മൂവ് ചെയ്യും. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്പിൻ വെക്ടർ ടുവേർഡ്സ് ദി സ്റ്റാർ ബോർഡ് സൈഡ് നമ്മൾ ഷിപ്പ് മൂവ് ചെയ്യും. So when the bow is rising, the reaction couple is clockwise. നമ്മൾ കണ്ടതാണ് അല്ലേ? On viewing from the top, and thus the ship will move towards the starboard side. Okay, so ഈ ക്വസ്റ്റ്യനിൽ പിച്ചിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? The ship will move towards starboard side. സോ നമ്മൾ രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട് പോകാം. ഷിപ്പ് റോൾസ് അറ്റ് ആൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് 0.1 റേഡിയൻ പെർ സെക്കൻഡ്. അഞ്ചാമത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, റോളിംഗ് നടക്കുന്ന സമയത്ത് there will not be any gyroscopic effect, right? എന്താണ് റോളിംഗ് എന്ന് പറയുന്നത്? ആംഗുലാർ മോഷൻ അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ആംഗുലാർ മോഷൻ ഓഫ് ഷിപ്പ് അബൌട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സിസ് ഓഫ് സ്പിന്നും ആക്സിസ് ഓഫ് പൊസിഷനും പാരലാണ്, പെർപെൻഡിക്കുലർ അല്ല. ഹെൻസ് there will not be any gyroscopic couple. അപ്പോൾ റോളിംഗ് വരുവാണെങ്കിൽ അവിടെ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇല്ല. സോ നമ്മളിന്ന് അപ്കമിങ് വീഡിയോസിൽ ഇപ്പം നമ്മൾ പഠിച്ച ഒരു ജസ്റ്റ് നമ്മൾ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഒരു ജസ്റ്റ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ഷിപ്പിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലമാണ് ചെയ്തത്. അപ്കമിങ് വീഡിയോസിൽ നമുക്ക് ടഫർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.